അന്നമനട കല്ലൂരിൽ 4 വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകനായ സജിദുൽ ഹക്കാണ് മരിച്ചത്. ടൈസൺ MLAയുടെ ഇടപെടൽ മൂലം SN പുരത്ത് നാഷണൽ ഹൈവേയിൽ അണ്ടർപാസിന് സാധ്യതയേറുന്നു. ആവശ്യം പരിഗണിക്കാമെന്ന് കലക്ടറുടെ മറുപടി. കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയുടെ 60 വർഷത്തിലധികമായി തുടരുന്ന അരങ്ങിലെ കലാസപര്യയ്ക്ക് സമാപനം. മുഖത്തെഴുത്തു വിസ്മയം കാണാനെത്തിയത് നിറഞ്ഞ സദസ്സ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനട കല്ലൂരിൽ സഹോദരങ്ങൾക്കൊപ്പം കളിക്കുന്നതിനിടെ കാണാതായ 4 വയസ്സുകാരൻ കുഴിയിലെ വെള്ളത്തിൽ വീണു മരിച്ചു. ആസാം സ്വദേശികളായ അജിസുർ റഹ്മാൻ, സൈറ ബാനു ദമ്പതികളുടെ മകൻ സജിദുൽ ഹക്കാണ് വീടിനു സമീപത്തെ കുഴിയിൽ കെട്ടിനിന്ന വെള്ളത്തിൽ വീണു മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. സഹോദരങ്ങൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് സഹോദരങ്ങൾ അച്ഛനെയും അമ്മയെയും വിവരം അറിയിക്കുകയും അവരെത്തി നടത്തിയ തിരച്ചിലിലാണ് വീടിന്റെ അടുത്ത് ഓട്ട് കമ്പനിക്ക് വേണ്ടി മണ്ണെടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ കുട്ടിയെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ സമീപത്തെ ക്ലിനിക്കിലും തുടർന്ന് കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, മാള. ടൈസൺ MLAയുടെ ഇടപെടൽ മൂലം നാഷണൽ ഹൈവേയിലെ അണ്ടർപാസിന് സാധ്യതയേറുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭീമഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർപാസ് അനുവദിക്കുവാൻ സാധിക്കുമോ എന്ന ആലോചനയിലേക്ക് സർക്കാർ എത്തിയത്. അധികൃതരുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ സാഹിബിന്റെ പള്ളിനടയിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന യാത്രാക്ലേശവും വിദ്യാലയത്തിലേക്കും പൊതുസ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, വരാൻ പോകുന്ന മിനി സിവിൽ സ്റ്റേഷൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ നേരിടുന്ന പ്രയാസങ്ങളെ ചൂണ്ടിക്കാട്ടി ET ടൈസൺ MLAക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭീമഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർപാസ് അനുവദിക്കാൻ സാധിക്കുമോ എന്ന ആലോചനയിലേക്ക് സർക്കാർ എത്തിയത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ജില്ലയിലെ MLAമാരുടെ യോഗത്തിൽ ET ടൈസൺ MLA ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ജനപ്രതിനിധികൾ മുതൽ വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരികൾ, പൊതുപ്രവർത്തകർ അങ്ങനെ നിരവധി പേർ ആവശ്യപ്പെട്ടതനുസരിച്ച് നിരന്തരമായ ജില്ലാ വികസന സമിതി യോഗങ്ങളിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും MLA ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യകത ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുമായും ശിവാലയ കമ്പനിയുമായി കൂടിയാലോചിച്ച് അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ IAS പറഞ്ഞു. ET ടൈസൺ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, PA നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, വാർഡ് മെമ്പർമാരായ ഇബ്രാഹിം കുട്ടി, ജയ സുനിൽ രാജ്, ഡെപ്യൂട്ടി കളക്ടർ പ്രദീപ് GK, LANH ഡെപ്യൂട്ടി കളക്ടർ രേവ K, കൊടുങ്ങല്ലൂർ തഹസിൽദാർ ശ്രീനിവാസ് M, ഡെപ്യൂട്ടി തഹസിൽദാർ റസിയ KM, വില്ലേജ് ഓഫീസർ അബ്ദുൾ ഖാദർ, NH ലൈസൻസ് ഓഫീസർ ബാബു KB തുടങ്ങിയവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള കുരുവിലശ്ശേരിയിൽ സ്ത്രീയുടെ മാല ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചു. ചുണ്ടങ്ങാപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന കുരുവിലശ്ശേരി സ്വദേശി ചുണ്ടങ്ങാമ്പറമ്പിൽ ശൈലജയുടെ 7 പവൻ തൂക്കമുള്ള മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാല പൊട്ടിക്കാൻ നടക്കുന്നതിനിടെയുള്ള പിടിവലിയിൽ 3 പവൻ തൂക്കമുള്ള മാലയുടെ ഭാഗം മോഷ്ടാക്കൾ കൊണ്ടുപോയി. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ശൈലജയും മറ്റൊരു സ്ത്രീയും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ എതിർദിശയിൽ നിന്ന് ബൈക്കിലെത്തിയവർ ശൈലജയുടെ മാല പൊട്ടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ബൈക്കിലുണ്ടായിരുന്ന ഒരാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. മാല പൊട്ടിച്ച ശേഷം 3 മീറ്റർ മാറി മറ്റൊരു സ്ത്രീയെയും ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമം നടന്നതായും പറയുന്നു. മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു.
വീടിൻ്റെ അവിടെ നിന്ന് ഒരു 300-400 മീറ്റർ അകലുണ്ടാവും. അത്ര എത്തിപ്പോണ് ചുണ്ണേപ്പറമ്പ് അമ്പലത്തിൻ്റെ മുമ്പിലെ വളവിൽ വെച്ചിട്ട് ബൈക്ക് വന്നിട്ട് 2 ആൾ അപ്പോൾ മുന്നിലിരുന്ന ആളാണ് പൊട്ടിച്ചത്. ആൾക്ക് ഹെൽമെറ്റ് ഒന്നും ഉണ്ടായില്ല. എന്തോരം പോയിട്ടുണ്ട്? അപ്പം 3 മണോളം പോയിട്ടുണ്ട്. കുറച്ച് ഭാഗം കിട്ടി. മീഡിയ ടൈം മാള. കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയുടെ 60 വർഷത്തിലധികമായി തുടരുന്ന അരങ്ങിലെ കലാസപര്യയ്ക്ക് സമാപനം. അരങ്ങിൽ നിറഞ്ഞാടിയ കൂടിയാട്ട് ആചാര്യന്റെ അവസാന മുഖത്തെഴുത്ത് വിസ്മയം കാണാനെത്തിയ നിറഞ്ഞ സദസ്സ് അഭിനയ വിസ്മയം ആസ്വദിച്ചു. രാമചാക്യാരുടെ ഛായാചിത്രത്തിനു സമീപത്തു നിന്നായിരുന്നു അവതരണം. കലാമണ്ഡലം കൂത്തമ്പലത്തിലെ അരങ്ങിൽ പാർവതി വിരഹം കൂടിയാട്ടത്തിൽ രൗദ്രഭാവം പൂണ്ട രാവണനെ അവതരിപ്പിച്ചാണ് അദ്ദേഹം തന്റെ വേദിയിലെ മുഖത്തെഴുത്ത് അവസാനിപ്പിച്ചത്. കലയുടെ ആദ്യാക്ഷരം പഠിപ്പിച്ച പൈങ്കുളം കലാമണ്ഡലത്തിൽ കൂടിയാട്ടം സ്ഥാപനവൽക്കരിച്ചതിന്റെ 60-ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് വരും തലമുറയ്ക്കായി വേദിയൊഴിയുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചത്. 1965-ൽ കേരള കലാമണ്ഡലത്തിലെ കൂടിയാട്ടം വിഭാഗത്തിൽ പഠനം ആരംഭിച്ച ശിവൻ നമ്പൂതിരി കൂടിയാട്ടത്തിലെ ആദ്യത്തെ 2 വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. ചാക്യാർ സമുദായത്തിന് പുറത്തുനിന്ന് ആദ്യമായി ഈ കലാരൂപം പഠിച്ച വ്യക്തിയായിരുന്നു എന്നതായിരുന്നു സവിശേഷത. ചാക്യാർ കൂത്ത്, നങ്ങ്യാർ കൂത്ത്, കഥകളി, നാടകം, സിനിമ, സീരിയൽ, ബാലെ എന്നീ മേഖലകളിലും നിരവധി കഥാപാത്രങ്ങൾ ഇക്കാലത്തിനിടയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അമ്മങ്കോട്ട് മനക്കൽ മാധവൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിന്റെയും 3 ആൺമക്കളിൽ ഇളയവനായി 1950-ൽ ജനിച്ച ശിവൻ നമ്പൂതിരിക്ക് കൂടിയാട്ടത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീ സമ്മാനിച്ചു. ശിവൻ നമ്പൂതിരിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പാരീസിലായിരുന്നു. യുനെസ്കോയുടെ മാസ്റ്റർ പീസായ ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജിൽ ഉൾപ്പെടുത്തുന്നതിനായി പരിഗണിക്കേണ്ട കലാരൂപങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനായി യുനെസ്കോ ജൂറിയുടെ മുമ്പാകെ കൈലാസോദ്ധാരണം, പാർവതി വിരഹം എന്നീ 2 നാടകങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. ഷോയ്ക്ക് ശേഷം കൂടിയാട്ടം ഉൾപ്പെടുത്താൻ ജൂറി അംഗീകാരം നൽകിയിരുന്നു. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ജയിലിലടച്ച കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ലഡു വിതരണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷനായി. KO വർഗീസ്, പോൾ ടി കുര്യൻ, നിക്സൺ പുടുത്താസ്, ജോയ് പുത്തൻപുരയ്ക്കൽ, ജിൻസ് ചാമവളപ്പിൽ, TD എലിസബത്ത്, ബിനു മേലൂർ എന്നിവർ നേതൃത്വം നൽകി. അന്നമനട ഗ്രാമപഞ്ചായത്ത് മികവ് മെറിറ്റ് ഡേയും VS അച്യുതാനന്ദൻ മെമ്മോറിയൽ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിൽ വലിയ നോക്കേണ്ടതില്ല, എത്ര അറിയാം വിഷയത്തിൽ എന്നാണ് നോക്കുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഷിഫ്റ്റ് ടെക്നോളജിയിൽ വിദ്യാർത്ഥി അപ്പം ചിലപ്പോൾ ഇന്ന് കിടന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിരിക്കും പഠിക്കുക. മാർക്ക് കൊണ്ട് കുറവാണ്, പക്ഷെ ഉറക്കത്തിൽ വിളിച്ച് ഷിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ ആൾ റെഡിയാണ്. ആ ബാച്ച് പുറത്തിറങ്ങി അന്ന് മുതൽ ജോലി കിട്ടിയവരില്ല. ഏറ്റവും കൂടുതൽ ശമ്പളത്തോടു കൂടി ഇപ്പോഴും ജോലി ചെയ്യുന്നവരാണ്. ഏറ്റവും കുറവാണ്, പക്ഷെ ഏറ്റവും ശമ്പളം കൂടുതലാണ്. ഇത് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് കാണാൻ പോണ വിഷയം അറിയുമെന്ന് നോക്കാം. അപ്പോൾ വിഷയം അറിഞ്ഞ് പഠിക്കുക, ഇതാണ് ഇഷ്ടമുള്ള വിഷയം പഠിക്കുക. പണ്ടത്തെ പോലെ ഇപ്പോൾ ഡോക്ടർ അതുപോലെ എഞ്ചിനീയർ തന്നെ ആകുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒത്തിരി പേർ ജോലി കിട്ടാതെ പുതിയ പുതിയ കോഴ്സുകൾ വരുന്നു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ TK സതീശൻ, മഞ്ജു സതീശൻ, KK രവി നമ്പൂതിരി, ടെസി ടൈറ്റസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, VV ജയരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, 100% കൈവരിച്ച സ്കൂളുകൾ, SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് 53 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച MT വാസുദേവൻ നായരുടെ പേര് നാമകരണം ചെയ്ത
പുതിയ കോൺഫറൻസ് ഹാളിന്റെയും നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെയും ഉദ്ഘാടനവും വികസന രേഖ പ്രകാശനവും നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്രണ്ട് ഓഫീസ് എത്ര മനോഹരമാണ് എന്നതിലല്ല കാര്യം, അവിടെ വരുന്നവരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു എന്നതിലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് കഴിയും. സർക്കാർ ആഗ്രഹിക്കുന്നത് ആരും ഓഫീസുകളിലേക്ക് വരാതെ തന്നെ കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ സ്മാർട്ട് വന്നു, വ്യവസായത്തിന് KSST ഉണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ ഇപ്പോൾ ഓഫീസിൽ പോകേണ്ട മൊബൈലിൽ അടയ്ക്കാം, റവന്യൂ ടാക്സ് മൊബൈലിൽ അടയ്ക്കാം, ലക്ഷറി ടാക്സ് മൊബൈലിൽ അടയ്ക്കാം, പഞ്ചായത്തിൻ്റെ ടാക്സ് അടയ്ക്കാം, പഞ്ചായത്തിൻ്റെ ലൈസൻസിനുള്ളത് ഇപ്പോൾ നേരെ സ്മാർട്ട് വഴി വയ്ക്കാം. ഇപ്പോൾ തുടക്കമായതുകൊണ്ട് ചിലർക്ക് വന്നാലും മുഖത്ത് കാണണ്ടേ എന്ന ചിന്ത ചില ഉദ്യോഗസ്ഥന്മാർക്ക് അപൂർവമായിട്ടുണ്ടായെന്ന് വരാം. അതും ഒഴിവാക്കി നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ട് എല്ലാ കാര്യവും നടക്കും. അപ്പോൾ പിന്നെ സുതാര്യമായിരിക്കും, വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടെന്നുള്ളത്. ഇവിടെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. ടൂറിസം ഉൾപ്പെടെ കൃഷി, അതിന് പുതിയ പദ്ധതി ബഹുമാനായ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ അദാലത്തിൽ അതിന് അംഗീകാരം കിട്ടിയ കാര്യവും അവർ സൂചിപ്പിക്കുകയുണ്ടായി. ടൂറിസം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അത് നൂലാമാല പരിഹരിക്കാൻ ഒരു പിൽഗ്രിം ടൂറിസം ആക്കിയാണ്. പിന്നെ ദേവസ്വത്തിൻ്റെ സ്ഥലമായി പഞ്ചായത്തിൻ്റെ പദ്ധതിയുമായി അത് ആ രൂപത്തിൽ മാറ്റിയാൽ ഒരു പക്ഷേ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, സെക്രട്ടറി KS സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധ ദിലീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രേണുക AN, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സംഗീത അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐവിൻ ഗോഡ്വിൻ ഡിസൽവ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആളൂർ RMHSS സ്കൂളിൽ സംഗമ മാധവ സംസ്കൃത ഛാത്രാ സമിതി സപ്താഹഘോഷം നടത്തി. കാരുമാത്ര വിജയൻ ശാന്തി ഭദ്രദീപം തെളിയിച്ചു. പ്രധാന അധ്യാപിക ജൂലിയൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മഹേഷ് ബാബു, സീരിയൽ താരം ഗിരീഷ് ഗംഗാധരൻ, KSTF വൈസ് പ്രസിഡന്റ് ജയദേവൻ, മറിമായം താരം എയ്ബൽ ആന്റണി, പ്രിൻസിപ്പൽ ലൈസൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ TBC റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കര, ഈ വർഷം സ്കൂളിൽ നിന്നു റിട്ടയർ ചെയ്യുന്ന സിനി ഫ്രാൻസിസ്, ബെറ്റി, ലൗലി, ടെസി എന്നിവരെ ആദരിച്ചു. കേരളം ലോകത്തിനു മുൻപാകെ അവതരിപ്പിക്കുന്ന നിരവധിയായ മാതൃകകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രൊജക്ടിന്റെ ദിനാഘോഷവും തൃശൂർ റൂറൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി പുതിയതായി ആരംഭിച്ച സ്കൂളുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. SPC ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സെറിമോണിയൽ പരേഡ് മന്ത്രി R ബിന്ദു സല്യൂട്ട് സ്വീകരിച്ചു. ശ്രീകൃഷ്ണ HSS ആനന്ദപുരത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ പതാക ഉയർത്തി. തൃശൂർ റൂറൽ ജില്ലയിൽ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഉൾപ്പെടെ 42 സ്കൂളുകളിലാണ് SPC ഉള്ളത്. 2025 അധ്യയന വർഷത്തിൽ SPC പ്രൊജക്ടിന്റെ ഭാഗമായി ജില്ലയിലെ 3 സർക്കാർ സ്കൂളുകളാണ് അനുവദിച്ചിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. KPSTA മാള ഉപജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് നടന്നു. സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് മുൻ MLA MP വിൻസൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അധ്യാപനം ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് ഓരോ അധ്യാപകന്റെയും അവസ്ഥ. കഴിഞ്ഞ കാലങ്ങളിൽ അധ്യാപകനായാൽ വലിയ സുഖമാണെന്നാണ് എല്ലാവരുടെയും കണക്ക്. 2 മാസം ഒഴിവ്, ശനി ഞായർ ഒഴിവ്, പരമാവധി ഒഴിവ് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എല്ലാ ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്, 6-ാം ദിവസം പ്രത്യേക ക്ലാസ്, 7-ാം ദിവസം ആലോചനാ യോഗം, അതിന് കൂടെ അതാത് സമയത്ത് വരുന്ന എക്സിബിഷൻ, അതിൻ്റെ ഒപ്പം വരുന്ന സ്പോർട്സ്, അതോടൊപ്പം വരുന്ന ചിത്രരചനാ മത്സരം, അതിൻ്റെ ഒപ്പം വരുന്ന അങ്ങനെ 365 പറ്റുമോ എന്നുള്ള ആലോചനയാണ് നമ്മുടെ മണ്ഡലം ശിവകുട്ടിയുടെ തലയിൽ. കാരണം കത്തിയെടുത്ത് കുത്തി പേപ്പറിൻ്റെ തുമ്പത്ത് വെച്ച് വേറെ പരീക്ഷ എഴുതി
പാസ്സായി ജയിച്ച ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. എനിക്കറിയുമെന്ന് നിരീക്ഷണം. സ്കൂളിൽ പോയിട്ടില്ല, കോളേജിൽ പോയിട്ടില്ല. പോയതൊക്കെ അരയിൽ കടാരിയും കഴുത്തിൽ ചങ്ങലയും കൊണ്ട് പോയി വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കൽ പോലും കാണാത്ത അത്രയും വികൃതമായ രാഷ്ട്രീയത്തിൻ്റെ വികൃതമായ ഒരാളാണ് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന് ഉപജില്ലാ പ്രസിഡന്റ് ജെമി ജോസ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി അജി കെ, മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജെനീഷ്, ആൻഡോ പി തട്ടിൽ, മുഹമ്മദ് റാഫി, സുരേഷ് കുമാർ, TS പ്രവീൺ കുമാർ, മാള സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസ് മരിയ, സോയ് കോലഞ്ചേരി, ഷിജി ശങ്കർ, നിതിൻ ടോണി, ഉപജില്ലാ ട്രഷറർ സൂരജ് എന്നിവർ സംസാരിച്ചു. അതിരപ്പള്ളി പ്രദേശത്തെ വിവിധ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് ചാരായ വിൽപ്പന നടത്തിവരുന്ന ആൾ അറസ്റ്റിൽ. വെറ്റിലപ്പാറ സ്വദേശി കല്ലേലി വീട്ടിൽ ബിനീഷിനെയാണ് ചാലക്കുടി റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് സിയുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്ന 1.5 ലിറ്റർ ചാരായവുമായാണ് ഇയാൾ പിടിയിലായത്. ലിറ്ററിന് 1000 രൂപയ്ക്കാണ് ഇയാൾ ചാരായം ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത്. ബിനീഷിനെ ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്തു. ചാലക്കുടി തിരുമുടിക്കുന്ന് ഗാന്ധിഗ്രാം ത്വക്ക് രോഗാശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച IP കെട്ടിടത്തിന്റെയും റീജിയണൽ ട്രെയിനിംഗ് സെന്ററിന്റെയും ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരുമഠത്തിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീന, വാർഡ് മെമ്പർ ലിജോ ജോസ്, NHM ജില്ലാ പ്രോഗ്രാം ഓഫീസർ P സജീവ് കുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K സ്നേഹജ, V അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. 17 കോടി നബാർഡ് ഫണ്ട് ഉപയോഗപ്പെടുത്തി IP കെട്ടിടവും 2.5 കോടി NHM ഫണ്ട് ഉപയോഗപ്പെടുത്തി റീജിയണൽ ട്രെയിനിംഗ് സെന്ററും നിർമ്മിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെയും കൊടുങ്ങല്ലൂരിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കൺസെഷൻ അനുവദിക്കുക, വിദ്യാർത്ഥികളോടുള്ള ബസ് ജീവനക്കാരുടെ മോശം സമീപനം തിരുത്തുക, സൗഹൃദപരമായി പെരുമാറുക എന്നീ മുദ്രാവാക്യം ഉയർത്തി കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിലും ബസ്സുകളിലും പരിസര പ്രദേശങ്ങളിലും SFI DYFIയുടെ നേതൃത്വത്തിൽ വാണിംഗ് പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചു. DYFI ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, ബ്ലോക്ക് പ്രസിഡന്റ് KK ഹാഷിഖ്, SFI ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പ്രവീൺ, SFI ഏരിയ സെക്രട്ടറി അമാൻ ഗഫൂർ, പ്രസിഡന്റ് നാഹിൽ ഹിമ, സുജിത്, സുബിന്ദ് എന്നിവർ നേതൃത്വം നൽകി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന കൺസോർഷ്യം ഫണ്ട് തിരിമറി നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDF മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യം ഫണ്ട് 2021 മുതൽ 2024 മാർച്ച് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ 1.5 ലക്ഷം രൂപയുടെ അഴിമതി പുറത്തുവന്നതായി സമരക്കാർ ആരോപിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് പഞ്ചായത്തിൽ വന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്നതെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. TR ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ PC നിഖിൽ, ശ്യാമ സജീവൻ, സജിത, ഷാജി ശകുന്തള വത്സൻ, ദീപ പോളി, VJ വില്യംസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട കല്ലൂരിൽ 4 വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകനായ സജിദുൽ ഹക്കാണ് മരിച്ചത്. ടൈസൺ MLAയുടെ ഇടപെടൽ മൂലം SN പുരത്ത് നാഷണൽ ഹൈവേയിൽ അണ്ടർപാസിന് സാധ്യതയേറുന്നു. ആവശ്യം പരിഗണിക്കാമെന്ന് കലക്ടറുടെ മറുപടി. കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയുടെ 60 വർഷത്തിലധികമായി തുടരുന്ന അരങ്ങിലെ കലാസപര്യയ്ക്ക് സമാപനം. മുഖത്തെഴുത്ത് വിസ്മയം കാണാനെത്തിയത് നിറഞ്ഞ സദസ്സ്. ന്യൂസ് റൗണ്ട് സമാപിച്ചു. നമസ്കാരം.